അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ തൗഫീഖോട് കൂടി വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ പൂർണ്ണമായും അർത്ഥവും ആശയവും ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കുകയും കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി ഈ സൂറത്തിൻ്റെ വാർഷിക പരീക്ഷ വരാനിരിക്കുന്നു എന്ന നിലക്ക് അതിലെ ആയത്തുകളിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ 1-ാമത്തെ ആയത്ത് മുതൽ 5-ാമത്തെ ആയത്ത് വരെയുള്ള ചോദ്യങ്ങളും 2-ാമത്തെ ക്ലാസ്സിൽ 6-ാമത്തെ ആയത്ത് മുതൽ 36, 35 വരെയുള്ള ആയത്തുകളിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് 36 മുതൽ ഏകദേശം 95 വരെയുള്ള 60ഓളം ആയത്തുകളിൽ നിന്നുള്ള 50ഓളം ചോദ്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുപോയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാനും പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് കൂടുതൽ എളുപ്പമാകാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൂർണ്ണമായും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള 50ഓളം ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തേത്, അല്ലാഹുവിങ്കൽ പ്രാർത്ഥനയേക്കാൾ ആദരണീയമായ മറ്റൊരു കാര്യവുമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? അല്ലെങ്കിൽ ഇത് ഖുർആൻ വചനമാണോ, പ്രവാചക വചനമാണോ, പണ്ഡിതന്മാരുടെ വാക്കുകളാണോ എന്നൊക്കെ ആകാം ഓപ്ഷനായിട്ട് വരിക. എങ്ങനെ വന്നാലും പ്രാർത്ഥനയേക്കാൾ ആദരണീയമായ മറ്റൊരു കാര്യവും അല്ലാഹുവിൻ്റെ അടുക്കലില്ല എന്ന ആശയം വരുന്ന ഈ കാര്യം എന്താണ്? ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദ്യമായി തയ്യാറാക്കിയിട്ടുള്ളത്. ആർക്കും പറയാം ഉത്തരം. ഹദീസാണ്, പ്രവാചക വചനമാണ് ഇത്. ഓക്കെ. ഈ സൂറത്തിൽ വന്നിട്ടുള്ള താബൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താ താബൂത്ത് എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളി. പെട്ടി എന്നാണ് താബൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം. വഖദി ഫീഹി ഫിൽ യം, അല്ലേ? താബൂത്തിലാക്കിയിട്ട് കടലിൽ ഇട്ടോളൂ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധനം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണത്. മറ്റൊരു ചോദ്യം, സാഹിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നാണ്. സാഹിൽ, അതും അതേ ആയത്തിൽ തന്നെ വന്നിട്ടുള്ളതാണ്. സാഹിൽ എന്ന് പറഞ്ഞാൽ കര അല്ലെങ്കിൽ തീരം എന്നൊക്കെയാണ് അർത്ഥം. അത് കരയിലേക്ക് പെട്ടി എത്തിക്കോളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം. ബഹർ, എന്താ ബഹർ പറഞ്ഞ? കടൽ എന്ന അതേ അർത്ഥമുള്ള ഏത് പദമാണ് സൂറത്ത് ത്വാഹയിൽ വന്നിട്ടുള്ളത്? ബഹർ എന്നതിന്റെ പര്യായമായി സൂറത്ത് ത്വാഹയിൽ വന്നിട്ടുള്ള വാക്ക് എന്താണ്? നദി, പുഴ, കടൽ എന്നൊക്കെ അർത്ഥമുള്ള ബഹർ എന്ന വാക്കിന്റെ പര്യായമായി എന്താണ് വന്നത്? ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? എം എന്നാണ്
കടൽ എന്ന അർത്ഥത്തില് സൂറത്ത് ത്വാഹയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. കിബിത്തി വർഗം ഏത് രാജ്യത്തെ പൂർവ നിവാസികളായിരുന്നു? ആരാ? ഈജിപ്താണോ? ഈജിപ്തിലെ പൂർവ നിവാസികളായിരുന്നു കിബിത്തികൾ. ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചോളുണ്ടോ? ഇൻഷാ അല്ലാഹ്. ഇസ്രായേൽ എന്ന് പേരുണ്ടായിരുന്ന പ്രവാചകൻ, അല്ലെ? എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത്. വലാ തെനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ തെനിയ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അത് കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഒന്നുകിൽ അതിന്റെ മലയാളം കൊടുത്തിട്ട് ഓപ്ഷനിൽ വ്യത്യസ്ത അറബികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അറബി കൊടുത്തിട്ട് മലയാളം വരാനും സാധ്യത ഉണ്ട്. അമാന്തിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. കാത്തു നിൽക്കരുത്, നിങ്ങൾ ഇതില് വീഴ്ച വരുത്തരുത്, നീട്ടിവെക്കരുത് എന്നൊക്കെയാണ്. അമാന്തിക്കരുത് എന്നാണ് പരിഭാഷയിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്റിന്റെ പ്രാധാന്യം പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ കൈപുസ്തകത്തിലുണ്ട്. ക്ലാസ്സിൽ ആ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുർ റഅദിലാണ്, 13-ാം അധ്യായത്തിലാണ് പ്രസ്തുത ആശയം വരുന്ന ആയത്ത് ഉള്ളത്. ഖൗലൻ ലയ്യിനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെന്ന് പറഞ്ഞ പണ്ഡിതൻ ആരാണ്? അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? ഇക്രിമയാണ്. ഇക്രിമ എന്ന റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഖൗലൻ ലയ്യിന എന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന വിശദീകരണം കൊടുത്തിട്ടുള്ളത്. സൗമ്യമായ വാക്ക് എന്നാണ് ആ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ അവരോട് മാന്യമായ വാക്ക് പറയുക അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നതാണ് പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമ രാജാവായ ഡേഷിന് കത്ത് എഴുതുകയുണ്ടായി. ആർക്കാ? ഹിർക്കലിനാണ്. ഹിർക്കലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്ത് എഴുതിയപ്പോ സൂറത്ത് ത്വാഹയിലെ ആയത്തിൽ പഠിപ്പിക്കുന്ന ആശയമൊക്കെ എഴുതിയിരുന്നു എന്നൊരു വിശദീകരണം അവിടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ജീവികൾക്കും മാർഗദർശനം കൊടുക്കും. വഹ്യ് പല അർത്ഥത്തിൽ വരും. അതിൽ മാർഗദർശനം കൊടുക്കുക എന്ന അർത്ഥത്തിൽ ചില ജീവികൾക്ക് കൊടുത്തത് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ താഴെ പറയുന്നതിൽ ഏത് ജീവിക്കാണ് അള്ളാഹു ബോധനം നൽകിയിട്ടുള്ളത്, മാർഗദർശനം നൽകിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം ഉറുമ്പ്, തേനീച്ച, എട്ടുകാലി. ഇത് മൂന്നും ഖുർആനിൽ വന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷെ ബോധനം നൽകിയിട്ടുള്ളത് തേനീച്ചക്കാണ്. മഹ്ദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഹ്ദ്, മിഹാദ് എന്നൊക്കെ. തൊട്ടിൽ, അല്ലെങ്കിൽ ചിലപ്പോ 3 വാക്കുകൾ കൊടുക്കും, പക്ഷെ അതിൽ തൊട്ടിൽ എന്ന പദം ഉണ്ടാവില്ല, വിരിപ്പ് എന്നായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഏതാ ശരി ഉത്തരം? വിരിപ്പാണ്. അപ്പൊ വിരിപ്പ് എന്ന അർത്ഥം കൂടി മഹ്ദ് എന്ന വാക്കിനുണ്ട് എന്നറിഞ്ഞാലേ നമ്മൾ അതോട് സാമ്യമുള്ള വേറെ വാക്കുകളൊക്കെ വരും. അപ്പോൾ വിരിപ്പ്, തൊട്ടിൽ, ഈ 2 വാക്കുകൾ അർത്ഥമാണ് മഹ്ദ് എന്ന വാക്കിന് അർത്ഥമായി ഈ സൂറത്തിൽ വന്നിട്ടുള്ളത്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ മിൻഹാ ഖലഖ്നാകും വമിൻഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന ആയത്ത് ഓതുന്നതിന്റെ വിധി എന്താണ്? ഓപ്ഷൻ ഉണ്ട്: സുന്നത്ത്, ബിദ്അത്ത്, ശിർക്ക്. 3 പിടി മണ്ണ് വാരി ഇടുമ്പോ മിൻഹാ ഖലഖ്നാകും സുന്നത്താണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ബിദ്അത്താണ്, ശിർക്കും അല്ല സുന്നത്തും അല്ല, മറിച്ച് അതിന്റെ ഉത്തരം ബിദ്അത്താണ് അതിന്റെ വിധി. താഴെ പറയുന്ന പരാമർശങ്ങളിൽ, അതുകൊണ്ടാണ് അല്ലെ, അറിയാത്തോണ്ടാണ് ഇപ്പോ അത് അറിഞ്ഞു വരണം. നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. മിക്ക ആളുകൾക്കും അറിയാത്തതുകൊണ്ട് ചിലരൊക്കെ മനസ്സിലെങ്കിലും ചൊല്ലുന്നുണ്ട്. എന്തായിരുന്നാലും അത്
ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ ഫത്വ തന്നെ ഈ പുസ്തകത്തിൽ അതിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈപുസ്തകത്തിൽ ആ ഫത്വയുടെ അറബിയും മലയാളം ഒക്കെ എടുത്ത് കൊടുത്തിട്ടാണ് അത് സമർത്ഥിക്കുന്നത്. ഓക്കെ, താഴെ പറയുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. മൂസാ നബി ഫിറഔനിന് മുന്നിൽ തെളിവുകൾ കാണിക്കാൻ ഉത്സവ ദിവസം ഉച്ച സമയമാണ് തീരുമാനിച്ചത്. മൂസാ നബി ഫിറഔനിന് മുന്നിൽ തെളിവുകൾ കാണിക്കാൻ ഉത്സവ ദിവസം രാത്രിയാണ് തീരുമാനിച്ചത്. മൂസാ നബി ഫിറഔനിന് മുന്നിൽ തെളിവുകൾ കാണിക്കാൻ ഉച്ച സമയമാണ് തീരുമാനിച്ചത്. രണ്ടെണ്ണം ശരിയാകാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഉത്സവ ദിവസം ഉച്ച സമയം എന്ന് പറയുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ വാക്ക് ഉത്തരം ശരിയായി വരിക. അല്ലെങ്കിൽ ആ ആയത്തിൽ പറഞ്ഞതിന്റെ പൂർണ്ണ ആശയം ലഭിക്കുക അപ്പോഴാണ്. അൽ മുസ്ല, വിശുദ്ധ ഖുർആൻ അവസാനം ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് വരുന്ന ഒന്നാണ്. മുസ്ല എന്ന വാക്കിന്റെ അർത്ഥത്തിൽ പെടാത്തത് ഏത്? മാതൃകാപരമായത്, കഴിഞ്ഞുപോയത്, ഉത്തമമായത്. ഇത് പ്രത്യേകം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളെ പുസ്തകത്തിലുണ്ട്, ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവി റഹ്മത്തുള്ളാഹി പറയണ ഒരു വിശദീകരണമാണ്. അപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അൽ മുസ്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തമമായത് എന്നും അർത്ഥമുണ്ട്, മാതൃകാപരമായത് എന്നും അർത്ഥമുണ്ട്. അതല്ലാത്ത ഏത് വന്നാലും അതായിരിക്കും പെടാത്തത് എന്ന് പറഞ്ഞാൽ ഉത്തരമായിട്ട് വരിക. ഓക്കെ, കെയ്ത്, കെയ്ത് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ വരാത്തത് തന്ത്രം, മന്ത്രം, ഉപായം. ഏതാ? മന്ത്രാണ് ഉത്തരം. തന്ത്രമെന്നും ഉപായമെന്നും ഒക്കെ കെയ്ത് എന്ന വാക്കിന് അർത്ഥമുണ്ട്. അതിൽ ശരിയുത്തരം മന്ത്രം എന്നതാണ്. അത് വേറെ പലതുണ്ട്. പക്ഷെ ഇവിടെ ഇതിൽ പറയുമ്പോ അതിൽ വരാത്തത് മന്ത്രാണ്. ഫിറഔൻ ഒരുമിച്ച് കൂട്ടിയ സാഹിറന്മാർ എത്ര പേരായിരുന്നു? ഞാൻ 3 ഓപ്ഷൻ ഉള്ള 2 സെറ്റ് പറയുന്നുണ്ട്. 70, 71, 75. അപ്പൊ നേരെ ഉത്തരം ശരി 70, 71, 75. അതിൽ ഉത്തരം 70 ആണ്. അതിൽ ശരി ഉത്തരം 70 ആണ്. ഇനി വേറൊരു ഓപ്ഷനാണ് 71, 72, 73. അതിൽ ശരി ഉത്തരം 72 ആണ്. കാരണം ഈ 2 അഭിപ്രായം 70 എന്നും 72 എന്നും വ്യത്യസ്ത തഫ്സീറുകളിൽ ഒരേ സ്വഹാബിയുടെ ഖൗലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 70 ആളുകളാണ് കൂടിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ 72 പേർ ഉണ്ടായിരുന്നു എന്നാണ് ഉള്ളത്. അപ്പൊ 70ഓ 72ഓ അതിലേതെങ്കിലും ഒന്ന് മാത്രം ഓപ്ഷനിൽ വന്നാൽ അതാണ് ശരി ഉത്തരം എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് ആര് പറഞ്ഞതാണ് എന്നാണെങ്കിൽ പറഞ്ഞോളി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 72 എന്ന് ഏത് തഫ്സീറിലാണ് വന്നത്? തഫ്സീറുൽ ഖുർത്തുബി. 70 എന്ന് വന്നത് തഫ്സീർ ഇബ്നു കസീർ. ഇബ്നു കസീറിന്റെ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച മറ്റൊരു പുസ്തകമാണ് അൽ മിസ്ബാഹുൽ മുനീർ. അതിലും വന്നിട്ടുണ്ട്. അതും കുറച്ചണ് കഴിഞ്ഞിട്ട് നമ്മളെ ബുക്കിൽ വരുന്നുണ്ട്. അപ്പൊ അമാനി മൗലവിയും ഈ പുസ്തകവും ഒരുമിച്ച് നോക്കുമ്പോൾ 70 അല്ലെങ്കിൽ 72 എന്നാണ് മനസ്സിലാവുക. സിഹർ എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ട്. അമാനി മൗലവി റഹിമഹുല്ലാഹ് 5-ലധികം അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് വരികയും വരാത്തത് ഇതിൽ പെടാത്തത് വരും ചെയ്താൽ അത് കണ്ടെത്തുക. അല്ല ഇതിൽ വന്നതുണ്ട് വരാത്ത ഒന്നാണുള്ളത് എങ്കിൽ അത് നോക്കുക. ഏതായാലും അതിന്റെ സിഹർ എന്ന വാക്കിന് വരുന്ന വ്യത്യസ്ത അർത്ഥങ്ങൾ ഞാൻ പറയാം. ജാലവിദ്യ, ഇന്ദ്രജാലം, ആഭിചാരം, പകിട്ട്, ചെപ്പടി വിദ്യ, കൺകെട്ടുവിദ്യ, മാരണം, മന്ത്രവാദം, ആകർഷണം, വശ്യശക്തി. ഇതൊക്കെ ഒരൊറ്റ വാക്കിന്റെ അർത്ഥമാണ്. ഏതാ? സിഹർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സിഹർ ചെയ്യുന്നതിന്റെ മതവിധി എന്ത്? ഹറാം, ഹലാൽ, കറാഹത്ത്. എന്താ? ഹറാമാണ്.
സിഹിർ ചെയ്യൽ ഹറാമാണ് എന്ന പ്രത്യേകം ഒരു വാചകം തന്നെ ബോൾഡ് ചെയ്ത് നമ്മുടെ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാഠ്യപുസ്തകവും അമാനി മൗലവി ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉത്തരം കിട്ടും. ഔജസ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ സാധാരണ കേൾക്കാത്ത ശ്രദ്ധിക്കാത്ത വാക്കുകളാണ്, അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഔജസ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു അല്ലെങ്കിൽ തോന്നി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. തൽസമാത്ത് എന്താണ്? തൽസമാത്ത് ഡേഷിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ശിർക്ക്, പലിശ, സിഹർ. തൽസമാത്ത് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇസ്മിന്റെ പണിയൊക്കെ എടുക്കൂലേ, ഒരു ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് തൽസമാത്ത്, അഥവാ അത് സിഹറിന്റെ ഒരു പ്രത്യേക ഇനമായിട്ടാണ് എണ്ണുക. നരകം കാക്കുന്ന മലക്കിന്റെ പേര് നമ്മൾ ചർച്ച ചെയ്തതും പുസ്തകത്തിലുള്ളതുമാണ്. എന്താണ്? മാലിക് എന്നാണ്. നരകം കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് ആണ് എന്ന് പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? അതും സൂറത്തു ത്വാഹയുടെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള ഒരു ആയത്താണ്. സൂറത്തു സുഹ്റുഫിലെ 77-ാമത്തെ ആയത്താണ്. സൂറത്തു സുഹ്റുഫിലെ 77-ാമത്തെ ആയത്തിലാണ് നരകം കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് എന്നാണ് എന്ന് വന്നിട്ടുള്ളത്. പരലോകത്തെ അല്ലെങ്കിൽ പരലോകത്ത് മരണത്തെ ഡേഷിന്റെ രൂപത്തിൽ കൊണ്ടുവരികയും അതിനെ അറുക്കുകയും ചെയ്യും. ഒട്ടകം, പശു, ആട്. പറയും ആട്. ആടിന്റെ രൂപത്തിലാണ് മരണത്തെ കൊണ്ടുവരിക. എന്നിട്ട് ആടിനെ അറുത്ത് കളയും. അഥവാ ഇനി നരകത്തിലാണെങ്കിൽ നരകാവകാശികൾക്കും മരണമല്ല, സ്വർഗാവകാശികളാണെങ്കിൽ സ്വർഗത്തിൽ അവർക്കും മരണമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആടിനെ അറുത്ത് കളയും. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് അൽ ഫിർദൗസ്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം, അല്ലെ? ഇങ്ങനെയൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇത് ഏത് സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ പറയാം. അബൂ മൂസൽ അശ്അരി, അനസ് ഇബ്നു മാലിക്, ഇബ്നു അബ്ബാസ്. അനസ് ഇബ്നു മാലിക് ആണ് ശരി ഉത്തരം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് അൽ ഫിർദൗസ് എന്ന് വന്നിട്ടുള്ളത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് പുസ്തകത്തിൽ സ്ഥാനം പിടിച്ച തന്നെയാണ്. അതിന്റെ ആശയം വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം. അപ്പൊ രണ്ടും നോക്കി വെക്കണം. മറ്റൊന്ന്, നിങ്ങൾ ഉത്തരം പറയണട്ടോ. തൗറാത്ത് ലഭിക്കാൻ എത്ര ദിവസം ഭജനമിരിക്കാനാണ് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉത്തരവ് നൽകിയത്? എത്ര? 40 ദിവസം ഭജനമിരിക്കാനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയത്. ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വന്നത് നീ എന്നെ തൃപ്തിപ്പെടാനാണ് റബ്ബേ. ഇത് ആരുടെ വാക്കുകളാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യം. യൗമുസ്സീന ഒരു അലങ്കാര ദിവസത്തിലാണ് അവര് വരാൻ തീരുമാനിച്ചത്. കാരണം അന്ന് ആളുകളൊക്കെ നാടാകെ അലങ്കരിച്ച്, ആളുകളെല്ലാം പുതുവസ്ത്രങ്ങൾ ധരിച്ച്, ആഭരണങ്ങൾ ധരിച്ച് ഒരു പ്രത്യേക മൈതാനത്ത് സമ്മേളിക്കുന്ന ഒരു ദിവസം അവരിലുണ്ടായിരുന്നു. അത് ആശൂറാഇന്റെ ദിവസമായിരുന്നു. മുഹറം 10 ആശൂറായിനായിരുന്നു അവരങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നത്. ഈ യൗമുസ്സീന അലങ്കാര ദിവസം ആശൂറാ ദിവസമായിരുന്നു എന്ന് പറഞ്ഞ സ്വഹാബി ആരാണ്? ഖുർആനിൽ യൗമുസ്സീന എന്നുള്ളൂ. യൗമുസ്സീന അന്ന് ആശൂറാ ദിവസമായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം വിശുദ്ധ ഖുർആനിലെ ഒരു വിഷയത്തിന് ആധികാരികമായി വിശദീകരണം നൽകുന്ന ഒരു വ്യക്തിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ മിക്ക ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്നാൽ ഓപ്ഷനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ മിക്കവാറും അദ്ദേഹം തന്നെ ആയിരിക്കും. എന്നാലും
അതൊക്കെ അവസാനത്തെ കറക്കിക്കുത്തലിനാണ് പറയണേ. പഠിച്ചു പോകാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. മറ്റൊരു ചോദ്യം, ശിർക്ക് നിങ്ങളിലേക്ക് ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വഹാബിയോടാണ് താക്കീത് കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട് പറഞ്ഞതാണ്, ഉറുമ്പ് ഗോപ്യമായി നമ്മിലേക്ക് അരിച്ചു വന്നാൽ കാണാത്ത വിധം ശിർക്ക് നമ്മളിലേക്ക് വരും. ആ സ്വഹാബി ആരാ? ഒന്നാമത്തെ സ്വഹാബിയാണ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് ആ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സംശയം ഉണ്ടായിട്ടല്ല, പക്ഷെ ആരിലേക്കും വരുമെന്ന കനത്ത താക്കീത് കൊടുക്കാൻ യാ അബൂബക്കർ, അബൂബക്കറേ എന്ന് വിളിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് താക്കീത് നൽകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വത ഇസ്രായേല്യർക്ക് അഥവാ മൂസാ നബിയുടെ ജനതക്ക് സീനാ പർവ്വതത്തിന്റെ ഏത് ഭാഗമാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്? ഏത് ഭാഗം? വലതുഭാഗമാണ്. അങ്ങനെ തന്നെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വവഅദ്നാകും ജാനിബത്തൂരിൽ അയ്മൻ, സീനാ പർവ്വതത്തിന്റെ വലതുഭാഗം നാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയാണ്. പിന്നെ അതിന്റെ കൂടെ മന്നയും സെൽവയും ഒക്കെ ഇറക്കി കൊടുത്തതും പറയുന്നുണ്ട്. അപ്പൊ 80-ാമത്തെ ആയത്തിൽ പറഞ്ഞത് തൂരി സീനയുടെ വലതുഭാഗമാണ് ഇസ്രായേല്യർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത് എന്ന കാര്യമാണ്. ശിർക്കിന്റെ 2 ഇനങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? അശ്ശിർക്കുൽ അക്ബർ, അശ്ശിർക്കുൽ അസ്ഗർ. വലിയ ശിർക്കും ചെറിയ ശിർക്കും നമ്മൾ അവിടെ വിശദമായി പറഞ്ഞ കാര്യമാണ്. റിയാ ആണ് ചെറിയ ശിർക്ക്. റിയാ അത് ചെറിയ ശിർക്കിന്റെ ഇനത്തിലാണ് ഉൾപ്പെടുക. ഇജ്ലുൻ, ഇജ്ലുൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പല അർത്ഥമുണ്ട്. പശുക്കുട്ടി, പശുക്കിടാവ്, മൂരിക്കുട്ടി, കാളക്കുട്ടി എന്നൊക്കെയാണ് ഇജ്ല് എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അവിടെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു. ഓക്കെ, ഇവർ പിഴച്ചു പോയതായി നീ കണ്ടപ്പോൾ നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? മാ മനഅക ഇദ റഅയ്തഹും ളല്ലു. ഇത് ആര് ആരോട് പറഞ്ഞതാണ്? മൂസ അലൈഹിസ്സലാം പ്രതിനിധിയാക്കി പോയ, വന്നപ്പോ കണ്ടപ്പോ കാഴ്ച കണ്ടപ്പോ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ വാചകമാണ് ഇത്. മൂസാ നബിയും ജനതയും സമുദ്രം പിളർന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഏത് സ്ഥലത്ത് എത്തിയപ്പോഴാണ് മൂസാ നബിയുടെ ജനത വിഗ്രഹാരാധന കണ്ട് അതിൽ ആകൃഷ്ടരായത്? എവിടെ എത്തിയപ്പോൾ അതൊക്കെ സംഭവിച്ചത്? ഫലസ്തീൻ, അമാലിക്ക, ബഗ്ദാദ്. എവിടെയാ? അമാലിക്ക എന്ന് പറയുന്ന ഫലസ്തീനിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് വിഗ്രഹാരാധനയിലേക്ക്, ബിംബാരാധനയിലേക്ക് ഇസ്രായേല്യർ കൂപ്പുകുത്തിയത് എന്ന് വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അമാലിക്ക എന്നാണ് അതിന്റെ ഉത്തരം. ബനു ഇസ്രായേല്യരെ പശുക്കുട്ടിയെ ആരാധിക്കുന്നവരാക്കിയത് ആരുടെ പ്രേരണയാണ്? ആരാ? സാമിരിയുടെ പ്രേരണയാണ്. സാമിരി. ഖുവാർ, ഖുവാർ എന്ന വാക്കിന്റെ അർത്ഥം മുഖമക്കന, പശുക്കുട്ടി, മുക്കറ ശബ്ദം. എന്താ? മുക്കറയിടുന്ന ശബ്ദത്തിനാണ് ഖുവാർ എന്ന് പറയുക. പശുക്കുട്ടിയെ പൂജിക്കുന്നതിൽ നിന്നും ഇസ്രായേല്യരെ ആദ്യം തടഞ്ഞത് ആര്? മൂസാ നബി അലൈഹിസ്സലാം, സാമിരി, ഹാറൂൻ അലൈഹിസ്സലാം. ആരാ? ഹാറൂൻ അലൈഹിസ്സലാണ്. ഹാറൂൻ അലൈഹിസ്സലാം നോക്കി നിന്നിട്ടില്ല. തന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അദ്ദേഹം അതിനെ എതിർക്കുകയും തെറ്റാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, ഒരു ഫിത്ന ഉണ്ടാക്കാൻ അദ്ദേഹം തുനിഞ്ഞിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം അതിനെതിരെ ശബ്ദിച്ചത് പറഞ്ഞോളിൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. ഇസ്രായേല്യർ വിഗ്രഹാരാധനയും പശുപൂജയും പഠിച്ചത് ഏത് രാജ്യക്കാരിൽ നിന്നാണ്?
ഇന്ത്യ, ഇറാഖ്, ഈജിപ്ത്. പശുവാണ്, പശു. എന്താ ഉത്തരം? പശുവിനെ പൂജിക്കാൻ പഠിച്ചത് ഏത് രാജ്യത്തുനിന്നാ? ഇന്ത്യ അല്ല, ഉത്തരം ഈജിപ്താണ്. അപ്പോ ഈജിപ്തിൽ നിന്നാണ് വിഗ്രഹാരാധന ഇസ്രായേലിയർ പഠിച്ചത് എന്ന് പ്രത്യേകം അമാനി മൗലവിയുടെ തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം ശ്രദ്ധിക്കണം. കുറ്റവാളി എന്നർത്ഥം വരുന്ന വാക്ക് താഴെ കൊടുത്തതിൽ ഏതാണ്? മുശ്രിക്ക്, മുജിരിബ്, മുദിനിബ്. മുദിനിബിനും ആ ഒരു അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ഏതാണ്? മുജിരിമാണ്. സൂറത്ത് ത്വാഹയിൽ വന്നിട്ടുള്ളത് മുജിരിമാണ്. കുറ്റവാളി എന്ന അർത്ഥത്തിന് മുജിരിമ് എന്നാണ് പറയാ. മുദിനിബ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ എന്ന നിലക്ക് ആ ഒരു അർത്ഥമുണ്ട്. ഓക്കെ. ഒരു തരം കട്ടിത്തേൻ ഇസ്രായേലിയർക്ക് ഭക്ഷണമായി ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്തു. അൽ ഖുദറവാത്ത്, അസ്സൽവ, അൽ മന്ന്. ഇത്ര ഉഷാറങ്ങള്. ഇപ്പൊ കുട്ടികളാണല്ലോ ഉഷാറ്. ഏതാ കൊടുത്തെ? മന്നയാണ് കട്ടിത്തേൻ എന്നർത്ഥമുള്ള വാക്ക്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുരീദാനി അയ്യുഖ്രിജാകും മിൻ അർളിക്കും. രണ്ടുപേരും നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വന്നതാണ്. ഏതാണ് ഈ നാട്? നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ എന്ന് പറഞ്ഞ നാട് ഏതാണ്? ഏതാ? ഇപ്പൊ എവിടെ പോലുള്ളത്? ഈജിപ്ത്. ഈജിപ്താണ്. മിസ്ർ, അറബിയിൽ മിസ്ർ എന്നാണ് ഈജിപ്തിന് പറയാ. മിസ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്തഅല, ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഅജ്മിഉ കൈദകും സുമ്മ അതു സഫാ വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅല. ഫിർഔൻ അവന്റെ ആളുകളോട് പറഞ്ഞൊരു വാചകാണ്, എല്ലാ തന്ത്രവും കൊണ്ടുവന്നോളിൻ, അണിനിരന്ന് നിന്നോളിൻ, ചേർന്ന് നിന്നോളിൻ. വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅല. ഇന്ന് ജയിക്കുക, ഇതില് മുന്നിൽ നിൽക്കുന്നവരാണ് ജയിക്കുക. ഇസ്തഅല എന്ന വാക്കിന് ഒരു പര്യായം നമ്മുടെ കൈപുസ്തകത്തിൽ നൽകുന്നുണ്ട്. ഗലബ എന്നാണ്. കുത്തുള്ള കൈന് ഗലബ, അതിജയിച്ചു, മുന്നിൽ വന്നു എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അവിടെ ആ പര്യായം പഠിച്ചു വെച്ചാൽ വരാൻ സാധ്യതയുണ്ട്. അസ്വ എന്ന് പറഞ്ഞാൽ വടി എന്നാണ് അർത്ഥം. അസ്വ അല്ലേ? അതിന്റെ ബഹുവചനമായി ഈ സൂറത്തിൽ വന്നിട്ടുള്ള പദം എന്താണ്? എന്താണ്? ഇസിയ് എന്നാണ് വന്നിട്ടുള്ളത്. എന്താണ്? ഇസിയ്. ഹബലുൻ എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് അർത്ഥം. അതിന്റെ ബഹുവചനമായി വന്നിട്ടുള്ള വാക്ക് ഏതാണ്? ഏതാ? ഹിബാൽ എന്നാണ്. 50-ലധികം ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു. ഹിബാൽ എന്നാണ്. ഹബലിന്റെ ബഹുവചനമാണ് ഹിബാൽ എന്ന്. സാഹിർ എന്നതിന്റെ ബഹുവചനം സാഹിർ. സാഹിറൂന എന്ന് വേണമെങ്കിൽ അതിന് ബഹുവചനം പറയാ, പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് സഹറത്ത് എന്നാണ്. എന്താണ്? സഹറത്ത്. അങ്ങനെയും അതിന് ബഹുവചനം ഉണ്ട് എന്നർത്ഥം. പിന്നെ നരകവുമായി ബന്ധപ്പെട്ട് കുറേയധികം ആയത്തുകൾ ഈ സൂറത്തിന്റെ 74-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അതൊന്ന് നോക്കിയാൽ അവിടെ നരകത്തിന്റെ വ്യത്യസ്ത വിശേഷണങ്ങളും മറ്റും പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അവിടെ കൊടുക്കുന്ന ഒന്ന്, സുമ്മ ലാ യമൂതു ഫീഹ വലാ യഹ്യ. മരിക്കൂല എന്ന് മാത്രല്ല, ഒരു ജീവിക്കാന്ന് പറയുന്ന അവസ്ഥ നരകത്തിൽ വെച്ചുണ്ടാവൂല. ഒരു യഥാർത്ഥ ജീവിതം ആയിട്ട് അവർക്ക് തോന്നുക പോലും ചെയ്യില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വിജയം നേടാൻ ആവശ്യമായി 2 കാര്യങ്ങൾ ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാത്ത്. ഈമാനും അൽ അമലു സ്വാലിഹും. അത് ഈ സൂറത്തിൽ മാത്രമല്ല, ധാരാളം സൂറത്തുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈമാനും അമലു സ്വാലിഹാത്തുമാണ് മനുഷ്യർക്ക് വലിയ സമാധാനം, സ്വർഗം വാങ്ങിത്തരിക എന്ന കാര്യം. ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു വർദ്ധനവ് കൊടുക്കും. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും
പറഞ്ഞോളി. ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. ഇത് ഏത് സൂറത്തിലായതാ? 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിൽ വരുന്ന ഒരു ആയത്താണ് പ്രസ്തുത ആയത്ത്. ധൃതി വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതില് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ധൃതി കാണിക്കേണ്ട പ്രത്യേക കാര്യം ഏത് എന്ന് ചോദിച്ചാൽ ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയിൽ ഉണ്ടാകണം. ഏതൊക്കെയാ? തെറ്റ് ബോധ്യപ്പെട്ടാൽ ഉടൻ തൗബ ചെയ്യൽ, നോമ്പ് തുറക്കാൻ സമയമായാൽ ഉടൻ നോമ്പ് തുറക്കൽ, വിവാഹം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കൊത്തു വന്നാൽ വേഗം വിവാഹം കഴിക്കൽ, മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് സംസ്കരണ മുറകളൊക്കെ വേഗത്തിലാക്കൽ, അതിഥി വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ സൽക്കരിക്കൽ. ഇതൊക്കെ ധൃതി കാണിക്കാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നിശ്ചയിച്ചു തരുമോ? ഇജ്അൽ ലനാ ആലിഹതൻ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന ആയത്ത് ഏത് സൂറത്തിലാ? സൂറത്തുൽ അഅറാഫിലെ 138-ാമത്തെ ആയത്താണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ പുതുമുസ്ലിമീങ്ങളായ ചില ആളുകൾ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മരണ്ട്. എന്താ? ദാത്തു അൻവാത്ത്. ആ മരത്തിന്റെ പേര് ദാത്തു അൻവാത്ത്. അവരതിൽ ആയുധങ്ങൾ കൊളുത്തിയിടും. അതെടുത്തിട്ട് പോയി യുദ്ധത്തിന് പോയാൽ ഉഷാറിട്ടു എന്നാണ് ഓലെ വിചാരം. അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ ഒരു മരം തന്നാൽ തരക്കെടില്ല എന്ന് ആ പുതുമുസ്ലിങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത്, ഇത് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ച അതേ ചോദ്യമായി പോയി. എന്താ അദ്ദേഹത്തോട് ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊന്ന് ആരാധ്യനെ നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിക്കണതിന് തുല്യാണ്. ഞങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം. അത് സൂറത്തുൽ അഅറാഫിലെ 138-ാമത്തെ ആയത്തിലാണ് വന്നിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ 95 മുതൽ 135 വരെയുള്ള അവസാനത്തെ ഒരു 40 ആയത്തുകൾ കൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അതുകൂടി നമുക്ക് ഈ പരീക്ഷയ്ക്ക് മുമ്പ് ലഭിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിക്കാനും പഠിച്ചത് ഓർക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.